ധന്യ സ്വന്തം ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഭാരതീയ സംസ്കാരമൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം ഒന്നും വേണ്ട, ഏത് സംസ്കാരം അനുസരിച്ചായാലും അതിനൊരു പവിത്രതയും നമ്മളൊരു ബന്ധം വാല്യൂ ഒക്കെ ഉണ്ട്. ഇപ്പം എന്താണ്, ഒരാളുടെ സ്വന്തം ഇഷ്ടത്തിന് മറ്റൊരാളുടെ കൂടെ പോകുന്നതിനൊന്നും നമ്മുടെ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ ധാർമ്മികമായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യാം. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഈ പല തരത്തിലുള്ള മനോവൈകൃതങ്ങളും ഫാൻറ്റസികളുമാണ് മനുഷ്യൻ. അതിനെ ഫാൻറ്റസി എന്ന് പേരിട്ട് വിളിക്കുന്ന ആളുകളെ ആദ്യം തള്ളണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുക, എന്നിട്ടത് സിമ്പിളായിരുന്ന് വീഡിയോയിൽ കാണുക, എന്നിട്ട് ഇപ്പുറത്തുനിന്ന് രസിക്കുക, ഇതിന് ഒരു തരത്തിൽ ഇതൊരു സെക്ഷൽ ഡിസോർഡർ കൂടിയാണ്, ഭ്രാന്ത് ആണെന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു തരത്തിൽ, അല്ലെങ്കിൽ എന്താണ്, ഇവനെയൊക്കെ എന്ത് ചെയ്യണം എന്നൊരു ധാരണയാണ് വരിക. എവിടെയാണ് സംഭവം? ഇത് മീററ്റിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഭർത്താവ് സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഭർത്താവിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, ഇയാൾ പണം സുഹൃത്തുക്കൾക്ക് കൊടുക്കും, എന്നിട്ട് ഭാര്യയെ ബലാത്സംഗം ചെയ്യാനോ അല്ലെങ്കിൽ ലൈംഗികമായി ഉപയോഗിക്കാനോ പറയും, എന്നിട്ട് അത് വീഡിയോ എടുക്കും, അങ്ങോട്ട് പൈസ കൊടുക്കും. ഭർത്താവ് സുഹൃത്തുക്കൾക്ക് പണം കൊടുക്കും, എന്നിട്ട് ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ അല്ലെങ്കിൽ ലൈംഗികമായി ഉപയോഗിക്കാൻ പറയും. ഇത് പറയുക മാത്രമല്ല, ഈ ലൈംഗികമായി ഉപയോഗിക്കുന്നത് വീഡിയോ എടുക്കാൻ കൂടി പറയും. എന്നിട്ട് ഇയാൾ ഇത് സൗദിയിലിരുന്ന് കാണും. അപ്പം ഇവന്റെ കഴപ്പൊന്നും ചില്ലറ കഴപ്പൊന്നും അല്ല, അവന് ഒരു സൈക്കോ ഒന്നും അല്ല അവനെ പറയേണ്ടത്. ഇവന് അതിലും മേലെയാണ്, അവൻ എന്തോ പ്രശ്നമാണ്. 3 വർഷമായിട്ട് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ശാരീരികമായി ഇവൻ ഈ പറയുന്ന നാറിയുടെ സുഹൃത്തുക്കൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പെൺകുട്ടിയുടെ ഒരു അവസ്ഥ, അവളുടെ ഒരു മാനസിക നില സത്യത്തിൽ തെറ്റാതിരുന്നത് എന്തോ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ 3 വർഷമൊക്കെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത്. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷറിൽ നിന്നുള്ള 35-കാരിയായ പെൺകുട്ടിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ സുഹൃത്തുക്കൾ ലൈംഗിക പീഡനത്തിനിരയാക്കുന്നത് ഭർത്താവ് സൗദി അറേബ്യയിലെ ജോലി സ്ഥലത്തിരുന്ന് കാണുമെന്നും യുവതി പരാതിയിൽ പറയുന്നു. യുവതി ഇപ്പോൾ 1 മാസം ഗർഭിണിയാണ്. ബുലന്ദ്ഷറിലെ ഗുലോത്തി സ്വദേശിയായ യുവാവിനെ 2010-ലാണ് യുവതി വിവാഹം കഴിച്ചത്. 2 ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ ഇവർക്ക് 4 മക്കളുമുണ്ട്. സൗദി അറേബ്യയിൽ ഓട്ടോമൊബൈൽ മെക്കാനിക്കായാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. വർഷത്തിൽ 1-2 തവണ മാത്രമാണ് ഇയാൾ നാട്ടിലെത്തുന്നത്. 3 വർഷം മുൻപ് വീട്ടിലെത്തിയ ഭർത്താവ് 2 സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടിയിരുന്നു. ഇവർ ഭർത്താവിൻ്റെ അനുമതിയോടെ തന്നെ ബലാത്സംഗം ചെയ്തു ഭാര്യയെ. ബുലന്ദ്ഷറിൽ തന്നെ താമസിക്കുന്നവരാണ് ഈ വന്ന 2 സുഹൃത്തുക്കളും. തുടർന്ന് ഭർത്താവ് സൗദിയിലേക്ക് പോയതിനു ശേഷവും ഇവർ പലതവണ ലൈംഗിക പീഡനത്തിനിരയാക്കുകയും വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഭർത്താവിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ പണം നൽകിയെന്നും അതിനാൽ ഇക്കാര്യം പുറത്തു പറയരുതെന്നും വിലക്കി. തന്നെ ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഭർത്താവ് ജോലി സ്ഥലത്തിരുന്ന് കാണും, തന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നു. മക്കളെ ഓർത്താണ് ഇത്രയും കാലം ഒന്നും മിണ്ടാതിരുന്നത്. തൻ്റെ വീട്ടുകാർക്കൊപ്പം എത്തിയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാരെ താമസിയാതെ പിടികൂടുമെന്നും പോലീസ് പറയും. സത്യത്തിൽ എന്ത് ക്രൂരതയാണെന്ന് നോക്കൂ ഭർത്താവ്. ഒരു സ്ത്രീയോട് ഇതിലും വലിയ ക്രൂരതയൊക്കെ കാണിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതും സ്വന്തം ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഭാരതീയ സംസ്കാരമൊക്കെ പറഞ്ഞതുപോലെ ഒരു ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കുമുള്ളതെന്നാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? അതൊക്കെ തകിടം മറിക്കുന്ന രീതിയിലാണ് പലരും ഇപ്പോൾ പെരുമാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നിനും ഒരു ആത്മാർത്ഥതയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. രാജ്യാതിർത്തി കടന്നു പോയിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇവിടെ എന്താണ്, ഒരു ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, ഒരു പെൺകുട്ടി, അവളുടെ മാനം എന്ന് പറയുന്നത് അവൾക്ക് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. അതിപ്പം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരെന്ത് ചെയ്യുന്നു എന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മറിച്ച് അവരുടെ ഇഷ്ടമില്ലാതെ അവരുടെ ശരീരത്തിൽ ഒരാൾ കൈൻ്റെ വിരൽ തട്ടുന്നത് പോലും ഇഷ്ടമുണ്ടാകില്ല പലർക്കും, അതാണായാലും പെണ്ണായാലും. അങ്ങനെയുള്ള ഒരു സമയത്ത് തന്നെ സംരക്ഷിക്കേണ്ട ആളാണ്. സംരക്ഷണം ഇപ്പോൾ പറയുമ്പോൾ ആളുകളെല്ലാം കൂടി എൻ്റെ നേർക്ക് വരണം. ഞാൻ പറയുന്നത് പെണ്ണിനെ സംരക്ഷിക്കേണ്ട ആണ്, അങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും ആയിരിക്കുന്ന സമയത്ത് രാത്രിയൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ അവിടെ നേർക്ക് നേരെ നിന്ന് ധൈര്യത്തോടെ ഏതടാ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നത് ഭർത്താക്കന്മാർ തന്നെയാണ്. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് തുണയാവേണ്ട, അവളെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട, സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ആൾക്കാരാണ് ഈ പറയുന്ന ഭർത്താക്കന്മാർ എന്ന് പറയുന്നത്. അത് വിശ്വസിച്ചാണ് ഓരോ പെൺകുട്ടിയും ഓരോ ആണിൻ്റെ കൂടെയും ഇറങ്ങി പോകുന്നത്. നമ്മൾ കാണാം, ഈ ചുവന്ന തെരുവുകളിലൊക്കെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ചുവന്ന തെരുവുകളിലൊക്കെ കൊണ്ടുപോയി നടതള്ളുന്ന ഒരുപാട് ആളുകളുണ്ട്.
ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അത്തരത്തിൽ. പ്രണയിച്ച പെൺകുട്ടിയെ കൊണ്ടുപോയി നടതള്ളിയ, പിന്നീട് എന്താണ് പിന്നെ അനുഭവങ്ങൾ പങ്കുവെച്ച ഒരാളുടെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ എന്താണ് മരവിച്ചു പോയി എന്നാണ് അവർ പറഞ്ഞത്. മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട്, എനിക്ക് തോന്നുന്നു അഭിമന്യു എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അവിടെ ഗീതയുടെ കാര്യം പറയുമ്പോഴും അതിനുശേഷം മോഹൻലാൽ ചെറുപ്പകാലത്ത് പ്രണയിച്ച് നടന്ന പെൺകുട്ടി അവിടെ കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഭർത്താവ് തന്നെയാണ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോകുന്ന ആ പെൺകുട്ടിയുടെ സീനൊക്കെ അവിടെ മനോഹരമായിട്ട് അതിൽ പ്രിയദർശൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയദർശൻ തന്നെയായിരുന്നില്ല എൻ്റെ ഡയറക്ടർ, എനിക്ക് തോന്നുന്നു പ്രിയദർശനാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് വാണി വിശ്വനാഥിന്റെ ഒരു സിനിമയുണ്ട്, ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ഡോക്ടറിന് പഠിക്കുമ്പോൾ അവളെ ആശുപത്രിയിൽ വെച്ച് കാണുകയും പിന്നീട് വിവാഹത്തിന്റെ പേരിൽ അവളെ വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ താലി കെട്ടി കൊണ്ടുപോയും പിന്നീട് പലർക്കും കാഴ്ചവെക്കുന്ന ഒരു ഭർത്താവിന്റെ കഥ സിനിമയായി വന്നിട്ടുണ്ട്. ഇതൊക്കെ പിന്നീട് അവൾ അതിൽ നിന്ന് തീപ്പൊരിയായി അല്ലെങ്കിൽ പോരാളിയായൊക്കെ വരുന്നതും തന്നെ നശിപ്പിച്ചവരെ നഖശിഖാന്തം എതിർക്കുന്നതുമൊക്കെ നമ്മൾ പല സിനിമയായിരുന്നു. അങ്ങനെ എന്തോ ഒരു സിനിമയായിരുന്നു, സിനിമയുടെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല ഇപ്പോൾ. അപ്പൊ അത്തരം സിനിമകളിലൊക്കെ നമ്മൾ ഇത്തരം ഭാര്യമാരെ ഇപ്പൊ വെള്ളാനകളുടെ നാട്, ആ സിനിമയിൽ ഇത്തരത്തിൽ ശ്രീനിവാസൻ കാണുന്നതും പിന്നീട് മോഹൻലാലിന്റെ സഹോദരി ഇത്തരത്തിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു എന്ന് പറയുന്നതും ഇങ്ങനെ കൂട്ടുകാർക്ക് അവളെ കാഴ്ചവെക്കാനായി കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സിനിമകളിൽ ഇതിൻ്റെ എത്രത്തോളം തീവ്രതയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഭാര്യമാരെ കൈമാറുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്, ഷെയറിങ്. ഭാര്യമാര് പിന്നെ ഇപ്പോൾ ഹണിമൂണിനൊക്കെ പോകുന്നവർ, ഒരുമിച്ച് പോകുന്നവരൊക്കെ ഭാര്യമാരെ ഷെയർ ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്. അല്ല, അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരും ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുന്ന ആളുകളുമുണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നം. കാരണം ഈ ഒരു പെൺകുട്ടിയെ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്ന അത്രമേൽ ക്രിമിനൽ കുറ്റമാണ്. അവൻ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വധശിക്ഷ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയില്ലെങ്കിൽ ഈ നാട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിൽ മറ്റൊരു കാര്യം പറഞ്ഞ ശ്രദ്ധിച്ചു, ഇതൊരു ഭാര്യ മാത്രമല്ല, 4 കുട്ടികളുടെ അമ്മ കൂടിയാണ് ഈ സ്ത്രീ. മാത്രമല്ല ഗർഭിണിയും കൂടിയാണ് വീണ്ടും. അപ്പോൾ ഒരു അമ്മയെ കൂടിയാണ് ഇയാൾ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഇയാളുടെ വീട്ടിൽ ഒരു സഹോദരിയോ അമ്മയോ ഒക്കെ ഉണ്ട് എങ്കിൽ എന്ത് സുരക്ഷിതത്വമാണ് അവർക്ക് ഇയാൾ ഒരുക്കുന്നത്? നാളെ സ്വന്തം പെങ്ങളെ കാഴ്ചവെക്കാൻ ഇയാൾ മടിക്കാതിരിക്കുമോ പണത്തിന് വേണ്ടി? സ്വന്തം ഭാര്യയെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെ, തൻ്റെ മക്കളെ 10 മാസം ചുമന്ന തൻ്റെ ഭാര്യയെ സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കാൻ ഒരു മടിയും കാണിക്കാത്തവൻ നാളെ തൻ്റെ അമ്മയും പെങ്ങളെയും കാഴ്ചവെക്കാൻ മടി കാണിക്കില്ലെന്ന് എന്താണ് ഉറപ്പുള്ളത്? ഈ ഭ്രാന്തിന് നല്ല ചികിത്സയുണ്ട്, പക്ഷെ ഭ്രാന്താശുപത്രിയിൽ എത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ വിഷയം. കാര്യം ഇത് വലിയൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഈ അടുത്ത് തന്നെ ഞാൻ ഒരു വിഷയം സംസാരിച്ചിരുന്നു. അതായത് എവിടെ പോയി കഴിഞ്ഞാലും ഒരു രണ്ട് പേർ എവിടെ പോയാലും വൃത്തിയാണ് ഇവരുടെ പ്രശ്നം. എവിടെ പോയാലും വൃത്തി. അത് പിന്നെ എന്താണ്, അത് അവർ വലിയൊരു കാര്യമായിട്ടാണ് അവരത് കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു OCD എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ആ അസുഖമാണ് എന്ന് തിരിച്ചറിയാതെ അവരെ വലിയ സെലിബ്രിറ്റികളായിട്ട് കാണുകയും അവരെ വിളിച്ച് സംസാരിക്കുകയും അവരെ തന്നെ പരിഹസിക്കുകയും, മീൻസ് അവർ ഒരു രോഗത്തിൻ്റെ അടിമകളാണ് എന്ന് പറയാതെ അവരെന്തൊക്കെയോ ചെയ്യുന്നു, എന്നിട്ട് അവരെ ചാനൽ ഫ്ലോറുകളിൽ വിളിച്ചിരുത്തിക്കൊണ്ട് അവരെ തന്നെ അപമാനിക്കുന്നു. അത് കേട്ട് അവർ വീണ്ടും ചിരിക്കുന്നു. ഈ രീതിയിൽ പോകുന്ന ലോകമാണ് നമുക്കുള്ളത്. അപ്പോൾ എന്തായാലും ഇത്തരം മാനസിക രോഗികൾക്കും ഇത്തരം ക്രിമിനൽ ആളുകൾക്കും ഒക്കെ കൃത്യമായ എന്തായാലും ഇതൊക്കെ പുറത്തു വന്നല്ലോ, എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.